ഹായ് ഓൾ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഓട്ടോ സൈക്കിൾസിൻ്റെയും അതുപോലെ കാർനോട്ട് സൈക്കിൾസിൻ്റെയും കുറച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണ്. അപ്പം ഇത് എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങൾ എന്താ ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരിക്കലും ബൈ ഹാർട്ട് ചെയ്യാതെ എൻ്റെ കൂടെ തന്നെ ഫോളോ ചെയ്യുക. എന്നിട്ട് ആ കൺസെപ്റ്റ് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മെയിൻ ആയിട്ട് ചെയ്യേണ്ടത്. കാരണം ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലായി നിങ്ങൾക്ക് ഏത് പ്രോബ്ലം വേണമെങ്കിലും ഈസി ആയിട്ട് തന്നെ സോൾവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ നോക്കാം. A Carnot engine working between 400 degrees Celsius and 40 degrees Celsius produces 130 kilojoule of work. Determine the engine thermal efficiency. Second, heat added. Third, the entropy change during heat rejection process. അപ്പം ഈ നമുക്കൊരു കാർനോട്ട് ഹീറ്റ് എഞ്ചിൻ്റെ ഓപ്പറേറ്റിംഗ് ടെമ്പറേച്ചർ തന്നിട്ടുണ്ട് ആൻഡ് അതുപോലെ അതിൻ്റെ വർക്ക് ഔട്ട്പുട്ടും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ കാണാൻ പറഞ്ഞിരിക്കുന്നത് ആ ഒരു എഞ്ചിൻ്റെ തെർമൽ എഫിഷ്യൻസി, ഹീറ്റ് ആഡഡ്, അതുപോലെ എൻട്രോപ്പി ചേഞ്ച് ഡ്യൂറിങ് ഹീറ്റ് റിജക്ഷൻ, ഈ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് നമുക്ക് രണ്ട് രീതിയിൽ വേണം ചെയ്യാം. ഒന്ന് നമ്മൾ സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിച്ചപ്പോൾ ഹീറ്റ് എഞ്ചിൻ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഹീറ്റ് എഞ്ചിൻ ആ സെയിം കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ ഇവിടെയും യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ആ ഒരു ഹീറ്റ് എഞ്ചിൻ്റെ കൺസെപ്റ്റ് നിന്ന് മാറിയിട്ട്, അതായത് കാർനോട്ട് ഹീറ്റ് എഞ്ചിൻ്റെ കൺസെപ്റ്റ് മാറിയിട്ട് ഒരു കാർനോട്ട് സൈക്കിൾ വരച്ചിട്ട് അതിൽ നിന്നും ഈ പറഞ്ഞ കാര്യങ്ങൾ കണ്ടെത്തുന്നതാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ആദ്യം കാർനോട്ട് സൈക്കിളിൻ്റെ പി വി ഡയഗ്രം കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ പ്രോസസ്സും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ നമ്മളോട് ഇവിടെ കാണാൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഫസ്റ്റത്തെ എഞ്ചിൻ തെർമൽ എഫിഷ്യൻസിയാണ് അല്ലേ. അപ്പോൾ ഒരു കാർനോട്ട് സൈക്കിളിൻ്റെ തെർമൽ എഫിഷ്യൻസി കാണാനുള്ള എക്സ്പ്രഷൻ എന്തായിരുന്നു? അതിനു മുന്നേ നമുക്ക് എന്തായാലും നിങ്ങളൊരു ക്വസ്റ്റ്യൻ തന്നാൽ അതിൻ്റെ ഗിവൺ ഡാറ്റാസ് എടുത്ത് ലിസ്റ്റ് ഔട്ട് ചെയ്യണം. സോ ആ ഒരു ഗിവൺ ഡാറ്റാസ് നമുക്ക് ആദ്യം തന്നെ എഴുതി വെക്കാം. അതിനുശേഷം നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ തുടങ്ങാം. അതാണ് അതിൻ്റെ ഒരു സ്ട്രക്ചർ. സോ ഗിവൺ ഡാറ്റ എന്തൊക്കെയാണ് നമുക്ക് തന്നിരിക്കുന്നത്? ഗിവൺ എന്തൊക്കെയാണ്? T1 ഈക്വൽ ടു T2. എന്താ T1 ഈക്വൽ ടു T2 എന്ന് പറയാൻ കാരണം അതൊരു ഐസോ തെർമൽ പ്രോസസ്സാണ്. ടെമ്പറേച്ചർ റിമൂവ്സ് കോൺസ്റ്റന്റ് ആണ് അല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ ജനറലായിട്ട് ഞാൻ TH എന്ന് കൊടുക്കുന്നത്. ഓക്കെ, TH എന്ന് പറഞ്ഞാൽ തന്നെ ഹയർ ടെമ്പറേച്ചർ എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് അത് എത്രയാണ് തന്നിട്ടുണ്ട്? 400 ഡിഗ്രി സെൽഷ്യസ് ആണ്. സോ അതിന് കെൽവിനിലേക്ക് ഒക്കെ നമുക്ക് കിട്ടും 673 കെൽവിൻ എന്ന് കിട്ടും. അതുപോലെ T3 ഈക്വൽ ടു T4 ആണ് അല്ലേ. T3 ഈക്വൽ ടു T4 ഈക്വൽ ടു T L എന്ന് കൊടുക്കുന്നത് T സഫിക്സ് L, അതായത് ലോവർ ടെമ്പറേച്ചർ അല്ലെങ്കിൽ സിംഗിളിലെ ടെമ്പറേച്ചർ ആണെന്ന് മനസ്സിലാക്കിക്കോളാം. ആൻഡ് അതിൻ്റെ വാല്യൂ ആണ് 40 ഡിഗ്രി സെൽഷ്യസ്, ഓർ നമ്മൾ അതിനെ കെൽവിനിലേക്ക് ആക്കാൻ വെച്ചാൽ 313 കെൽവിൻ. പിന്നെ നമുക്ക് എന്താ തന്നിരിക്കുന്നത്? W നെറ്റ് തന്നിട്ടുണ്ട് അല്ലേ. W നെറ്റ് തന്നിട്ടുണ്ട്, നെറ്റ് വർക്ക് ഔട്ട്പുട്ട്, ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ബൈ 130 കിലോ ജൂൾ ആണ്. ഫസ്റ്റ് നമുക്ക് നോക്കാം. ആദ്യം തെർമൽ എഫിഷ്യൻസി കണ്ടെത്താം. ഓക്കെ, സോ തെർമൽ എഫിഷ്യൻസി കാണാനുള്ള എക്സ്പ്രഷൻ എന്തായിരുന്നു? തെർമൽ എഫിഷ്യൻസി eta TH equal to T difference of temperature എന്തായിരുന്നു? TH minus TL divided by TH ആണ് അല്ലേ. സോ ഇതിൽ നമുക്ക് ആ വാല്യൂസ് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. എല്ലാം നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടും 673 മൈനസ് 313 ഓൾ ഡിവൈഡ് ബൈ 673 അല്ലേ. സോ ഇത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 0.535 എന്ന് കിട്ടും, ഓർ 53.5 ആണ് ഈ ഒരു കാർനോട്ട് സൈക്കിളിൻ്റെ തെർമൽ എഫിഷ്യൻസി എന്ന് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് എന്താ? സെക്കൻഡ് ഹീറ്റ് ആഡഡ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഹീറ്റ് ആഡഡ്. സോ ഈ ഒരു സൈക്കിളിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ആയിരിക്കും ഹീറ്റ് ആഡഡ് വരിക അല്ലേ. ഹീറ്റ് ആഡഡ് ഇവിടെ ആയിരിക്കും വരിക, Q ഇൻ. അതുപോലെ ഹീറ്റ് റിജക്ട് ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും, ഈ ഒരു പോയിന്റ് ആയിരിക്കും, Q ഔട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളൊക്കെ കാണേണ്ടത് എന്താണ്? ഇവിടെ ഹീറ്റ് ആഡഡ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. സോ ഇവിടുത്തെ ഹീറ്റ് ആഡഡ് എന്ന് പറഞ്ഞാൽ Q1 ആണ് അല്ലേ. Q1 ഈക്വൽ ടു നമുക്കറിയാം ഹീറ്റ് ആഡഡ്, തെർമൽ എഫിഷ്യൻസിന്റെ മറ്റൊരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു അല്ലേ. എന്തായിരുന്നു തെർമൽ എഫിഷ്യൻസിന്റെ മറ്റൊരു എക്സ്പ്രഷൻ? തെർമൽ എഫിഷ്യൻസി ഈസ് ഗിവൺ ബൈ നെറ്റ് വർക്ക് ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഹീറ്റ് സപ്ലൈഡ്, അല്ലെങ്കിൽ ഹീറ്റ് ആഡഡ് ആണ് അല്ലേ. ഹീറ്റ് ആഡഡ് ആണ്. സോ ഇതിൽ നമുക്ക് എന്താ പറയാം? നെറ്റ് വർക്ക് ഔട്ട്പുട്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ്? 130 കിലോ ജൂളാണ് തന്നിട്ടുണ്ട്. ദെൻ ഡിനോമിനേറ്ററിലുള്ള ഹീറ്റ് ആഡഡ് ആണ് Q1 അല്ലേ. ആൻഡ് നമുക്കറിയാം തെർമൽ എഫിഷ്യൻസി ഇപ്പം തൊട്ട് മുന്നേ കണ്ടെത്തിയിട്ടുള്ളൂ. എത്രയാണ്? 0.535 ആണെന്ന് അറിയാം അല്ലേ. സോ നമുക്ക് ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഹീറ്റ് ആഡഡ് കിട്ടും. ഓക്കെ, സോ അന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? Q1 ഈക്വൽ ടു 130 ഡിവൈഡ് ബൈ 0.535 ദാറ്റ്സ് ഈക്വൽ ടു 243 കിലോ ജൂൾ. ഓക്കെ, 243 കിലോ ജൂളായിട്ട് നമുക്ക് എന്ത് കിട്ടും? ഹീറ്റ് ആഡഡ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് തേർഡ് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എൻട്രോപ്പി ചേഞ്ച് ഡ്യൂറിങ് ഹീറ്റ് റിജക്ഷൻ പ്രോസസ്. ഓക്കെ,
സോ അതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഹീറ്റ് റിജക്റ്റഡിൻ്റെ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കണം, എന്തെങ്കിലും മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. സോ അതിനായിട്ട് നമുക്കറിയാം ഹീറ്റ് ആഡഡ് ഈക്വൽ ടു നെറ്റ് വർക്ക് ഔട്ട്പുട്ട് ഇതിങ്ങനെ വർക്ക് ഡൺ പ്ലസ് ഹീറ്റ് റിജക്റ്റഡ് ആണ് അല്ലേ, ഹീറ്റ് റിജക്റ്റഡ് ആണ്. സോ ഇതിൽ നമുക്കും എന്താണ് ഹീറ്റ് റിജക്റ്റഡ് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. എങ്ങനെയാണ് ഹീറ്റ് റിജക്റ്റഡ് എന്ത് വരും ഈക്വൽ ടു ഹീറ്റ് ആഡഡ് മൈനസ് നെറ്റ് വർക്ക് ഔട്ട്പുട്ട് ആയിരിക്കും അല്ലേ. സോ നമുക്കറിയാം ഹീറ്റ് ആഡഡ് എത്രയാണെന്നുള്ളത് 243 ആണെന്ന് അറിയാം അല്ലേ, തൊട്ട് മുന്നേ കണ്ടെത്തിയിട്ടുണ്ട്. മൈനസ് നെറ്റ് വർക്ക് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 130 ആണ് അല്ലേ. ഇത് ചെയ്താൽ എത്ര കിട്ടും 113 കിലോ ജൂളായിട്ട് നമ്മുടെ ഹീറ്റ് റിജക്റ്റഡ് കിട്ടുന്നതായിരിക്കും. ഇനി എൻട്രോപ്പി ചേഞ്ച് കണ്ടുപിടിക്കാൻ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, അതൊന്ന് അറിഞ്ഞിരിക്കുക നിങ്ങൾ. എൻട്രോപ്പി നമ്മൾ എസ് വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യാറ്. അപ്പോൾ എൻട്രോപ്പി ചേഞ്ച് ആകുമ്പോൾ ഡെൽറ്റ എസ് ആയിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് ഗിവൺ ബൈ Q/T ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താണ് എൻട്രോപ്പി ചേഞ്ച് അക്രോസ് ഹീറ്റ് റിജക്ഷൻ്റെ സമയത്തുള്ള എൻട്രോപ്പി ചേഞ്ച് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത് അല്ലേ. അപ്പോൾ നമുക്ക് ഹീറ്റ് റിജക്റ്റഡ് എത്രയാണ് നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കണം. എത്രയാണ് ഹീറ്റ് റിജക്റ്റഡ് 113 കിലോ ജൂൾ ആണെന്ന് പറയാം അല്ലേ. ഇനി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഹീറ്റ് റിജക്ട് ചെയ്യുന്ന എവിടേക്കാണ്, സിങ്കിലേക്കാണ് അല്ലെങ്കിൽ ലോവർ ടെമ്പറേച്ചറിലേക്കാണ്. സോ ആ ഒരു ലോവർ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ കൂടെ എഴുതി വെക്കുക. എത്രയായിരുന്നു 313 കെൽവിൻ. ആൻഡ് ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും 0.361 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിനായിട്ട് കിട്ടും. സോ ഇതാണ് എൻട്രോപ്പി ചേഞ്ച് അക്രോസ് ഹീറ്റ് റിജക്ഷൻ. കൃത്യമായി തന്നെ മനസ്സിലാക്കി വെക്കുക. ഓൾ റൈറ്റ്, 0.5 kilogram of air, which is ideal gas, executes a Carnot power cycle having a thermal efficiency of 50%. The heat transfer to the air during the isothermal expansion is 40 kilojoule. At the beginning of the isothermal expansion, the pressure is 7 bar and the volume is 0.12 meter cube. Determine the maximum and the minimum temperature for the cycle in Kelvin. The volume at the end of isothermal expansion in meter cube. Given എയർ ആണെന്നും അതിൻ്റെ CVCP വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഇനീഷ്യലി ഒരു 0.5 കിലോഗ്രാം ഓഫ് എയർ ഉണ്ട്, അതൊരു കാർനോട്ട് പവർ സൈക്കിളിൽ ഓപ്പറേറ്റ് ചെയ്യാണ്. ഓക്കെ, ആൻഡ് ആ ഒരു സൈക്കിളിലെ എഫിഷ്യൻസി നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ് 50% തന്നിട്ടുണ്ട്. അതുപോലെ ഹീറ്റ് ട്രാൻസ്ഫർ ഡ്യൂറിങ് ദി ഐസോതെർമൽ എക്സ്പാൻഷൻ ഈസ് 40 കിലോ ജൂൾ. അപ്പോൾ നമുക്ക് ഹീറ്റ് ആഡറിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ് 40 കിലോ ജൂൾ തന്നിട്ടുണ്ട്. Then at the beginning of the isothermal expansion, the pressure is 7 bar and the volume is 0.12 meter cube. ഓക്കെ, അപ്പം ഐസോതെർമൽ എക്സ്പാൻഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഉള്ള പ്രഷറും വോളിയമും നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് മാക്സിമം ആൻഡ് മിനിമം ടെമ്പറേച്ചർ ഇൻ ദി സൈക്കിൾ, അതുപോലെ വോളിയം അറ്റ് ദി എൻഡ് ഓഫ് ഐസോതെർമൽ എക്സ്പാൻഷൻ ഇൻ മീറ്റർ ക്യൂബ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഇത് ആദ്യം എന്ത് സൈക്കിളാണ് നമ്മൾ മനസ്സിലാക്കുക, ഇതെന്താണ്, ഇതൊരു കാർനോട്ട് സൈക്കിളാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ PV ഡയഗ്രം TS ഡയഗ്രം നമുക്ക് ആദ്യം കൺസ്ട്രക്ട് ചെയ്യാം. സോ ഇതാണ് അതിൻ്റെ PV ഡയഗ്രം ആൻഡ് അതുപോലെ ഇതാണ് അതിൻ്റെ TS ഡയഗ്രം. ഇത് നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽ എടുത്താണ്. അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കി വെക്കുക, ഇതിൻ്റെ ഓരോ പ്രോസസ്സും കാര്യങ്ങളൊക്കെ തന്നെ. ഇനി നമുക്ക് ഇതിൻ്റെ ഗിവൺ ഡാറ്റാസ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തെടുക്കാം. ഓക്കെ, എന്തൊക്കെയാണ് ഗിവൺ, നമുക്ക് ഓരോന്ന് എഴുതിയെടുക്കാം. ഗിവൺ മാസ് തന്നിട്ടുണ്ട്, എത്രയാണ് 0.5 കിലോഗ്രാം തന്നിട്ടുണ്ട്. ദെൻ തെർമൽ എഫിഷ്യൻസി is equal to 50% തന്നിട്ടുണ്ട്. അതുപോലെ ഹീറ്റ് ട്രാൻസ്ഫർ ടു ദ എയർ ഡ്യൂറിങ് ഐസോതെർമൽ എക്സ്പാൻഷൻ ഈസ് 40 കിലോ ജൂൾ. അതായത് ഐസോതെർമൽ ഹീറ്റ് അഡീഷൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. സോ ഞാൻ അതിന് Q ഐസോതെർമൽ എന്ന് എഴുതുന്നുണ്ട്. സോ Q ഐസോതെർമൽ ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഐസോതെർമൽ ഹീറ്റ് അഡീഷൻ ആണ്. ആൻഡ് ഹീറ്റ് അഡീഷൻ ആഡഡ് ടു സിസ്റ്റം ആയതുകൊണ്ട് തന്നെ 40 കിലോ ജൂൾ. ആൻഡ് ഈ ഒരു സൈക്കിളിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെയാണ് ഹീറ്റ് ആഡ് ചെയ്യുന്നത്, നമ്മൾ ഐസോതെർമൽ ഹീറ്റ് അഡീഷൻ ആണ് അല്ലേ, ഇവിടെയാണ് Q ഐസോതെർമൽ ആവുന്നത്. ആൻഡ് ദെൻ നെക്സ്റ്റ് എന്താ സംഭവിക്കുന്നത്, ഹീറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒബ്വിയസ്ലി എക്സ്പാൻഡ് ചെയ്യും അല്ലേ. സോ ആ ഒരു എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഉള്ള പ്രഷറിൻ്റെയും വോളിയത്തിൻ്റെയും വാല്യൂ തന്നിട്ടുണ്ട്. സോ അതും കൂടി ഞാനിവിടെ എഴുതി വെക്കുകയാണ്. ആ ഒരു എക്സ്പാൻഡ് ചെയ്യുമ്പോഴുള്ള എത്രയാണ് P1 ഈക്വൽ ടു 7 ബാർ. അതുപോലെ T1 എത്രയാണ്, സോറി T1 അല്ല V1 വോളിയം, സ്പെസിഫിക് വോളിയം നോട്ട് സ്പെസിഫിക് വോളിയം, സാധാരണ വോളിയം ഈക്വൽ ടു എത്രയാണ് 0.12 മീറ്റർ ക്യൂബ് ആണ് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്.
അപ്പോൾ നമ്മളോട് ഫസ്റ്റ് കാണാൻ പറഞ്ഞതാണ് ഇത് മാക്സിമം ആൻഡ് മിനിമം ടെമ്പറേച്ചേഴ്സ് ആണ്. അപ്പോൾ മാക്സിമം ടെമ്പറേച്ചർ എവിടെ ഉണ്ടാവുക? ഈ ഒരു ഐസോതെർമൽ പ്രോസസ്സിലായിരിക്കും മാക്സിമം ടെമ്പറേച്ചർ ഉണ്ടാവുക അല്ലേ? അപ്പോൾ ഇതാണ് മാക്സിമം ടെമ്പറേച്ചറിൻ്റെ ലൈന്. അതുപോലെ മിനിമം ടെമ്പറേച്ചർ ഉണ്ടാവുക ഇവിടെ ആയിരിക്കും. ആൻഡ് നിങ്ങൾക്ക് അത് ഈ TS ഡയറത്തിൽ നോക്കി കൃത്യമായി തന്നെ മനസ്സിലാകും. മാക്സിമം പ്രോസസ് ടെമ്പറേച്ചർ ഉണ്ടാവുക ഈ 1 to 2 എന്നുള്ള പ്രോസസ്സിലായിരിക്കും. അതുപോലെ ഈ 3 to 4 എന്നുള്ള അല്ലെങ്കിൽ T1 ഈക്വൽ ടു T2 ഈക്വൽ ടു T ഹയർ ആയിരിക്കും മാക്സിമം ടെമ്പറേച്ചർ. അതുപോലെ T4 ഈക്വൽ ടു T3 ഈക്വൽ ടു T ലോവർ ആയിരിക്കും ഇതിൻ്റെ മിനിമം ടെമ്പറേച്ചർ എന്ന് കൃത്യമായി തന്നെ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ ഇവിടുത്തെ മാക്സിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? T1 ഈക്വൽ ടു T2 ഈക്വൽ ടു TH ആണ് ഇതിൻ്റെ ഹയർ ടെമ്പറേച്ചർ. ഓക്കെ, അതുപോലെ T4 ഈക്വൽ ടു T3 ഈക്വൽ ടു TL ആണ് ഇതിൻ്റെ ലോവർ ടെമ്പറേച്ചർ എന്ന് മനസ്സിലാക്കിക്കൊള്ളാം. സോ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഈ ഒരു ഹയർ ടെമ്പറേച്ചറിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് മാക്സിമം ടെമ്പറേച്ചർ ഈസ് maximum temperature is എത്രയാണ്? ഞാൻ TH എന്ന് കൊടുക്കുകയാണ് ഈക്വൽ ടു അതെങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് നമുക്ക് നോക്കേണ്ടത്. നമുക്കറിയാം P1 V1 ഈക്വൽ ടു എന്താണ്? MRTH ആണ്. ഓക്കെ, TH PV ഈക്വൽ ടു MRT. സോ ഇതിൽ നിന്ന് നമുക്ക് എല്ലാ വാല്യൂസും അറിയാം അല്ലേ? എക്സെപ്റ്റ് എന്താണ്? ആറിൻ്റെ വാല്യൂ അറിയില്ല. ആറ് എന്ന് പറഞ്ഞാൽ പക്ഷേ നമുക്കറിയാം എന്താണ്? CP മൈനസ് CV ആണെന്ന് അറിയാം അല്ലേ? സോ CPൻ്റെ CVൻ്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? CP ഈക്വൽ ടു 1.008 അതുപോലെ CV ഈക്വൽ ടു 0.721 ആണ്. അത് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് 0.287 കിലോ ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ എന്ന് കിട്ടും. ആൻഡ് ഞാൻ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് THൻ്റെ വാല്യൂ ഇവിടെ കണ്ടെത്തിയാൽ ഇങ്ങനെ TH ഈക്വൽ ടു എന്ത് വരും? P1 V1 ഡിവൈഡ് ബൈ MR ആണ് അല്ലേ? ഇതെല്ലാം നമുക്കെല്ലാം അറിയുന്നതാണ്. സോ ഈ ഒരു എക്സ്പ്രഷനിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ മാക്സിമം ടെമ്പറേച്ചർ ആയിട്ട്. അതിനു മുന്നേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ നമ്മൾ P1 ഒക്കെ എടുക്കുന്നുണ്ടല്ലോ. അവിടെ P1 എത്രയാണ്? 7 ബാർ ആണ് അല്ലേ? 7 ബാർ എന്ന് പറഞ്ഞാൽ 7 × 10⁵ പാസ്കലാണ്, അല്ലെങ്കിൽ 7 × 10⁵ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആയിരിക്കും. ഇൻറ്റു V1 എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം അല്ലേ? വോളിയം എത്രയാണ് വരുന്നത്? V1ൻ്റെ വാല്യൂ 0.12 ആണ് ഡിവൈഡ് ബൈ MR. MR എത്രയാണ്? Mൻ്റെ വാല്യൂ 0.5 ആണ്. അതുപോലെ Rൻ്റെ R ആകുമ്പോൾ എത്രയാണ് വരിക? 2 ഇത് 0.287 കിലോ ജൂൾ ആണ്. നമുക്കിവിടെ ജൂൾ പെർ കിലോഗ്രാം ആണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് വരും? 2 × 1000 വരും, അതായത് 287 ആയിരിക്കും വരിക. ആൻഡ് ഇത് സോൾവ് ചെയ്താൽ നിങ്ങൾക്ക് മാക്സിമം ടെമ്പറേച്ചർ ആയിട്ട് നമുക്ക് എത്ര കിട്ടും? THൻ്റെ വാല്യൂ TH ഈസ് ഇക്വൽ ടു 585 കെൽവിൻ എന്ന് കിട്ടും. ഓക്കെ, 585.4 കെൽവിൻ കിട്ടും. ഓക്കെ, ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് മിനിമം ടെമ്പറേച്ചർ ആണ്. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത സ്ലൈഡിൽ അതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. സോ PV ഡയഗ്രം TS ഡയഗ്രം ഇതിൽ ഓൾറെഡി ഉണ്ട്. അപ്പോൾ അത് ഇനിയും വീണ്ടും വരയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്ക് മിനിമം ടെമ്പറേച്ചർ കണ്ടുപിടിക്കാം. ഓക്കെ, മിനിമം ടെമ്പറേച്ചർ ഓർ TL. അപ്പോൾ നമുക്കറിയാം തെർമൽ എഫിഷ്യൻസി ഓഫ് എ സൈക്കിൾ, അതായത് സൈക്കിളിലെ തെർമൽ എഫിഷ്യൻസി എത്രയാണ് തന്നിട്ടുണ്ട്? 0.5 ആണ് തന്നിട്ടുണ്ട് അല്ലേ? അത് കാണാനുള്ള ഒരു എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു. എന്തായാലും സൈക്കിളിൻ്റെ തെർമൽ എഫിഷ്യൻസി കാണാനുള്ളത് TH മൈനസ് TL ഡിവൈഡ് ബൈ TH ആയിരുന്നു അല്ലേ? സോ ആ ഒരു കാര്യം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്താ കിട്ടും? TH എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ 585.4 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? T ലോവർ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? T ലോവർ ആണ് കണ്ടുപിടിക്കേണ്ടത് ഡിവൈഡ് ബൈ T ഹയർ എത്രയാണ്? 585.4. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്താൽ നിങ്ങൾക്ക് എത്ര കിട്ടും? TL അല്ലെങ്കിൽ ലോവർ ടെമ്പറേച്ചർ എത്ര കിട്ടും? മിനിമം ടെമ്പറേച്ചർ 292.7 കെൽവിൻ എന്ന് കിട്ടുന്നതായിരിക്കും. ഓൾറൈറ്റ്, നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് വോളിയം അറ്റ് ദി എൻഡ് ഓഫ് ഐസോതെർമൽ എക്സ്പാൻഷൻ ആണ്. ഇത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ അല്ല, ഒരു പാർട്ടാണ്. അതെങ്ങനെയാണെന്നുള്ളത് കൃത്യമായി തന്നെ മനസ്സിലാക്കിക്കൊള്ളാം. സോ നമുക്ക് നെക്സ്റ്റ് വേണ്ടത് എന്താണ്? വോളിയം അറ്റ് ദി എൻഡ് ഓഫ് ഐസോതെർമൽ expansion. Okay, expansion, that is V2 ആണ്. അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്കറിയാം ഒരു ഐസോതെർമൽ പ്രോസസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിലുള്ള ഹീറ്റ് ട്രാൻസ്ഫർ കാണാനുള്ള ഒരു എക്സ്പ്രഷൻ ഉണ്ട്. ഓക്കെ, ആ ഒരു എക്സ്പ്രഷൻ എന്തായിരുന്നു? Q ഐസോതെർമൽ ഈക്വൽ ടു P1 V1 ln V2 by V1 ആയിരുന്നു അല്ലേ? ഇത് എവിടെ നിന്ന് കിട്ടിയാണ്? ഇത് ഞാൻ നിങ്ങളുടെ അടുത്തൊരു ടേബിൾ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? കഴിഞ്ഞ തെർമോഡൈനാമിക്സിൻ്റെ ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കുമ്പോൾ തന്നെ ഫസ്റ്റ് ലോ ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റത്തിൻ്റെ ആ ഒരു ടേബിളിൽ നിന്ന് കിട്ടുന്ന റിലേഷനാണ്. ഓക്കെ, അപ്പോൾ അത് ഒന്നുകൂടെ
ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ആ ഒരു ടേബിൾ ഒന്ന് മറിച്ച് റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുക, എന്നാലേ നിങ്ങൾക്ക് ഇതൊക്കെ ഓർമ്മയിൽ ഉണ്ടാകുള്ളൂ. സോ Q ഐസോതെർമൽ ഈക്വൽ ടു P1 V1 ln V2 ബൈ V1 ഈക്വൽ ടു ഇത് തന്നെയാണ്. ഇതിനെ തന്നെ മറ്റൊരു രീതിയിലും കൂടെ എഴുതാം. എന്താണ്? MR ഇൻറ്റു ടി എച്ച് ഇൻറ്റു ln V2 ബൈ V1 എഴുതാം. രണ്ടും സെയിം എക്സ്പ്രഷൻ തന്നെയാണ്, നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഇവിടെ ഞാൻ എടുക്കുന്നത് ഈ ഒരു എക്സ്പ്രഷൻ വെച്ചിട്ടാണ്. ഓൾ റൈറ്റ്. അപ്പോൾ അതുപോലെ നമുക്ക് Q ഐസോതെർമൽ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ്? 40 കിലോ ജൂൾ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഇതിലെല്ലാം ഡയറക്റ്റ് തന്നിട്ടുണ്ട്. സോ അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് തന്നെ നമുക്ക് കിട്ടും വോളിയം അറ്റ് ദി എൻഡ് ഓഫ് ഐസോതെർമൽ എക്സ്പാൻഷൻ കിട്ടും. അത് എങ്ങനെ നമുക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ അറിയാം Q ഐസോതെർമൽ എത്രയാണ്? 40 കിലോ ജൂൾ ആണെന്ന് അറിയാം അല്ലേ. 40 ഇൻറ്റു 10 ക്യൂബ് ആണെന്ന് അറിയാം ഈക്വൽ ടു എന്ത് വരിക? എമ്മിൻ്റെ വാല്യൂ എത്രയാണ്? ഞാൻ ഈ ഒരു എക്സ്പ്രഷനാണ് എടുക്കുന്നത്. എമ്മിൻ്റെ വാല്യൂ 0.5, ആറിൻ്റെ വാല്യൂ എത്രയാണ്? 287, ടി എച്ചിൻ്റെ വാല്യൂ ഹയർ ടെമ്പറേച്ചറിൻ്റെ വാല്യൂ എത്രയാണ്? 585.4 ഇൻറ്റു ln എന്ത് വരും? V2 ബൈ V1. V1ൻ്റെ വാല്യൂ എത്രയായിരുന്നു? 0.12 ആണ് അല്ലേ. സോ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എന്ത് കിട്ടും? ln V2 ബൈ V1 ഈക്വൽ ടു അറൗണ്ട് 0.476 എന്ന് കിട്ടും. ഓക്കെ, ln V2 ബൈ V1 ഈക്വൽ ടു 0.476 എന്ന് കിട്ടും. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എനിക്ക് എന്താണ്? V2 ബൈ V1 ഈക്വൽ ടു എനിക്ക് എന്ത് ചെയ്താം? റേസ് ടു 0.476 കിട്ടും. ഇതൊരു ലോഗിൻ്റെ റൂളാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, ലോഗിന് ഈക്വൽ ടു അപ്പുറത്തെ സൈഡിലേക്ക് എടുക്കുമ്പോൾ അവിടെ റേസ് ടു ആയിട്ട് മാറും. ദെൻ നമുക്കറിയാം എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്നെ എഴുതാണ് V2 ഈക്വൽ ടു V1 ഇൻറ്റു റേസ് ടു 0.476. V1ൻ്റെ വാല്യൂ നമുക്കറിയാം 0.12 ആണ് ഇൻറ്റു റേസ് ടു 0.476. സോ അത് ചെയ്താൽ എത്ര കിട്ടും? V2 ഈക്വൽ ടു 0.193 മീറ്റർ ക്യൂബ് കിട്ടും. ഓക്കെ, സോ ഇതാണ് വോളിയം അറ്റ് ദി എൻഡ് ഓഫ് ഐസോതെർമൽ എക്സ്പാൻഷൻ. കൃത്യമായി തന്നെ മനസ്സിലാക്കുക, കൺസെപ്റ്റ് മനസ്സിലാക്കുക, ഏത് പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഓൾറൈറ്റ്. അതുപോലെ നമ്മളൊരു ഇൻവെർട്ടറിൻ്റെ പ്രോബ്ലം ഹീറ്റ് എഞ്ചിൻ പഠിച്ചപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രോബ്ലം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഞാൻ അവിടെ പഠിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ ഇവിടെ എടുക്കാത്തത്. അതും കൂടെ ഒന്ന് റെഫർ ചെയ്തോളാം ഈ ഒരു സമയത്ത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഓട്ടോ സൈക്കിളിലേക്ക് കിടക്കുകയാണ്. ഓട്ടോ സൈക്കിളിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ തന്നിരിക്കുന്നത്. എന്താണ്? ദി എഫിഷ്യൻസി ഓഫ് എൻ ഓട്ടോ സൈക്കിൾ ഈസ് 60% ആൻഡ് ഗാമ ഈക്വൽ ടു 1.5. വാട്ട് ഈസ് ദി കംപ്രഷൻ റേഷ്യോ? അപ്പോൾ നമുക്ക് ഒരു ഓട്ടോ സൈക്കിളിൻ്റെ എഫിഷ്യൻസി തന്നിട്ടുണ്ട് 60% എന്നുള്ളത്. അതുപോലെ ഗാമേൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ് ഗാമ എന്ന് പറഞ്ഞാൽ? റേഷ്യോ ഓഫ് സ്പെസിഫിക്കിറ്റീസ് ആണ് അല്ലേ. അതിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 1.5 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കംപ്രഷൻ റേഷ്യോ എത്രയാണെന്നാണ് നമുക്ക് കാണേണ്ടത്. സോ ആസ് യൂഷ്വൽ നമുക്ക് ആദ്യം ഇതിൻ്റെ ഗിവൺ വാല്യൂസ് ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്തെടുക്കാം, എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് എന്നുള്ളത്. സോ എന്തൊക്കെയാണ് ഗിവൺ? ഈ ഒരു സൈക്കിളിൻ്റെ ഓട്ടോ സൈക്കിളിൻ്റെ തെർമൽ എഫിഷ്യൻസി തന്നിട്ടുണ്ട് 60% ഇല്ലെങ്കിൽ 0.6 ആണെന്നുള്ളത്. പിന്നെ അതുപോലെ റേഷ്യോ സ്പെസിഫിക്കിറ്റീസ് ഗാമേൻ്റെ വാല്യൂ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 1.5 തന്നിട്ടുണ്ട്. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? കംപ്രഷൻ റേഷ്യോ 6 ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പം നമുക്കറിയാം എന്ത് ഒരു ഓട്ടോ സൈക്കിളിൻ്റെ തെർമൽ എഫിഷ്യൻസി കാണാനുള്ള എക്സ്പ്രഷൻ അറിഞ്ഞ ഒരു കുട്ടിക്ക് ഈ ഒരു 5 മാർക്ക്, ഇത് സാധാരണ 5 മാർക്കിനായിരിക്കും ചോദിക്കാറ്. അപ്പോൾ ആ ഒരു 5 മാർക്കിൻ്റെത് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പം എഫിഷ്യൻസി ഓഫ് എൻ ഓട്ടോ സൈക്കിൾ ഈസ് ഗിവൺ ബൈ എന്തായിരുന്നു? 1 ബൈ കംപ്രഷൻ റേഷ്യോ റേസ് ടു ഗാമ -1 ആണ് അല്ലേ. -1 ആണ് അല്ലേ. അപ്പം നമുക്ക് ഇതെല്ലാം ഡയറക്റ്റ് ആണ്, ജസ്റ്റ് വാല്യൂസ് മാത്രം ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എത്താണ്? 0.6 ഈക്വൽ ടു 1 ബൈ കംപ്രഷൻ റേഷ്യോ റേസ് ടു ഗാമ -1. എത്രയാണ് ഗാമ -1 എന്ന് പറഞ്ഞാൽ? 1.5 -1 ആണ്. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യാം? 1 ബൈ r റേസ് ടു 0.5 ഈക്വൽ ടു എത്ര കിട്ടും? 0.4 എന്ന് കിട്ടും അല്ലേ. ഓർ r റേസ് ടു 0.5 ഈക്വൽ ടു 1 ബൈ 0.4 ഈക്വൽ ടു ദാറ്റ്സ് ഈക്വൽ ടു എത്രയാണ്? 2.5 ആണ്. ഓർ നമുക്ക് എന്ത് ചെയ്താം? ഇതിപ്പോൾ r റേസ് ടു 0.5 ഈക്വൽ ടു 2.5 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? കംപ്രഷൻ റേഷ്യോ r ഈക്വൽ ടു 2.5 റേസ് ടു ഈ 0.5 അങ്ങോട്ട് എടുക്കുമ്പോൾ എന്ത് വരും? 1 ബൈ 0.5 വരും. ഓക്കെ, 1 ബൈ 0.5 വരും. സോ അത് ചെയ്താൽ എത്ര കിട്ടും? അത് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? കംപ്രഷൻ റേഷ്യോ r is equal to 2 raised to 1 by 1.5 and that is equal to 6.25 എന്ന് കിട്ടും. ഓക്കെ, 6.25 എന്ന് കിട്ടും. ഓൾ റൈറ്റ്. അപ്പോൾ ഈ ഒരു വാല്യൂ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളാം. യൂഷ്വലി ഒരു ഓട്ടോ സൈക്കിൾ അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിൻസിൻ്റെ കംപ്രഷൻ റേഷ്യോൻ്റെ വാല്യൂ സാധാരണ 6ൻ്റെയും 8ൻ്റെയും ഇടയ്ക്കായിരിക്കും വരിക. 5 വരാറുണ്ട്, 5 മുതൽ 8 വരെയാണ് വരാറ്. ഇനി എക്സ്ട്രീം കേസിൽ 10 വരെ പോകാറുണ്ട്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക, ഒരു ഓട്ടോ സൈക്കിളിൻ്റെ
കംപ്രഷൻ റേഷ്യോ കണ്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ കണ്ടെത്തുന്നതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ ചെയ്തത് മിസ്റ്റേക്ക് ഉണ്ടോ അല്ലെങ്കിൽ തെറ്റുണ്ടോ എന്നൊക്കെ മനസ്സിലാക്കേണ്ട ഒരു ടൂളും കൂടിയാണ് ഈ ഒരു ഞാൻ പറഞ്ഞ കാര്യം. ഓക്കെ, കംപ്രഷൻ റേഷ്യോ ഓൾവേസ് ലെസ് ദാൻ 10 ആയിരിക്കും. യൂഷ്വലി 5 മുതൽ 8 വരെ ആയിരിക്കും ഉണ്ടാകുക എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇവിടെ നമുക്ക് കിട്ടിയത് എന്താണ് 6.25 ആണ്, വിച്ച് ഈസ് എക്സാക്ട്ലി വിത്തിൻ ദി റേഞ്ച് ഓഫ് കംപ്രഷൻ റേഷ്യോ ഓഫ് ഓട്ടോ സൈക്കിൾ ഇല്ലെങ്കിൽ SI എഞ്ചിനിൽ ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യൻ ഓട്ടോ സൈക്കിളിനെ ബേസ് ചെയ്തിട്ട് ഒരുപാട് തവണ ചോദിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് 15 മാർക്കിന് നല്ല രീതിയിൽ തന്നെ എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ചെറിയ മോഡിഫിക്കേഷൻ വരുത്തിക്കൊണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ചെറിയ വാല്യൂസ് മാറ്റിയിട്ട് ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ കൺസെപ്റ്റ് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ അൾട്ടിമേറ്റ് എയിം. ഓക്കെ, സോ ക്വസ്റ്റ്യൻ നോക്കാം. ആൻ എൻജിൻ ഓഫ് 250 mm ബോർ ആൻഡ് 375 mm സ്ട്രോക്ക് വർസ് ഓൺ ഓട്ടോ സൈക്കിൾ. അപ്പം ബോർ എന്താണെന്ന് സ്ട്രോക്ക് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്. The clearance volume is 0.0263 meter cube. The initial pressure and temperature are 1 bar and 50 degree Celsius. അപ്പോൾ ക്ലിയറൻസ് വോളിയം നമുക്ക് തന്നിട്ടുണ്ട്, അതുപോലെ ഇനീഷ്യൽ പ്രഷറും ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. ഇഫ് ദി മാക്സിമം പ്രഷർ ഈസ് ലിമിറ്റഡ് ടു 25 bar, find the following: the air standard efficiency of the cycle, then mean effective pressure for the cycle. അപ്പം എഫിഷ്യൻസി മീൻ എഫക്റ്റീവ് പ്രഷറുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഓട്ടോ സൈക്കിളിൻ്റെ ക്വസ്റ്റ്യൻ തന്നാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പറഞ്ഞ അതായത് ഈ ഒരു ഓട്ടോ സൈക്കിളിൻ്റെ PV ഡയഗ്രം കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ആദ്യം ചെയ്യേണ്ടത്. സോ ആ ഒരു PV ഡയഗ്രം ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഈ ഒരു ഡയഗ്രം എങ്ങനെ വന്നതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്. അപ്പോൾ ഈ ഒരു തൽക്കാലം നിങ്ങൾ ഈ ഒരു ഡയഗ്രം ആദ്യം കൺസ്ട്രക്ട് ചെയ്ത് വെക്കുക. സോ ഇവിടെ ഇനീഷ്യൽ പ്രഷർ നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ് 1 ബാറും അതുപോലെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ തന്നിട്ടുണ്ട്, എത്ര 50 ഡിഗ്രി സെൽഷ്യസ് അല്ലേ. അപ്പോൾ ഇനീഷ്യൽ പ്രഷർ 1 ബാർ എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് P1 ആണ്. ഓക്കെ, P1 1 ബാർ. സോ അത് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് 1 ബാർ എന്നുള്ളത്. ദെൻ എന്താണ് കറസ്പോണ്ടിങ് ടെമ്പറേച്ചർ T1 ആണ്, 50 ഡിഗ്രി സെൽഷ്യസ് എന്ന് അറിഞ്ഞിരിക്കാം. ദെൻ എന്താണ് മാക്സിമം പ്രഷർ ഈസ് ലിമിറ്റഡ് ടു 25 ബാർ. ഓക്കെ, അപ്പോൾ ഈ ഒരു PV ഡയറക്റ്റ് നോക്കി നമുക്ക് മനസ്സിലാവും എന്താണ് കംപ്രഷൻ സ്ട്രോക്കിൻ്റെ എൻഡിലായിരിക്കും മാക്സിമം പ്രഷർ ഉണ്ടാവുക. ആൻഡ് ദാറ്റ് ഇസ് ഗിവൺ ബൈ 25 ബാർ. ഞാൻ അത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് ഗിവൺ ഡാറ്റസ് എടുത്ത് എഴുതാം. അപ്പോൾ അതിന് മുന്നേ ഇവിടെ 250 mm ബോറെന്നും അതുപോലെ 375 mm സ്ട്രോക്ക് എന്താണെന്ന് അറിയാത്തവർ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഫിഗർ ഒന്ന് നോക്കുക. ഇതാണ് ഒരു എഞ്ചിൻ്റെ ടിപ്പിക്കൽ അറേഞ്ച്മെൻറ്റ്. അപ്പം ഇതിലെന്താണ് ഒരു പിസ്റ്റൻ സിലിണ്ടർ അറേഞ്ച്മെൻറ്റ് ഉണ്ട്. അപ്പോൾ ഈ ബോർ എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, സിലിണ്ടറിൻ്റെ ഇന്നർ ഡയമീറ്റർ ആണ് ഈ ബോർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായിക്കോളാം. ദെൻ സ്ട്രോക്ക്. ഓക്കെ, ഈ സ്ട്രോക്ക് ലെങ്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഈ ഒരു പിസ്റ്റൻ സിലിണ്ടറിൻ്റെ ഉള്ളിൽ കിടന്ന് റെസിപ്രോക്കേറ്റ് ചെയ്യുന്ന ആ ഒരു ലെങ്ത്തിനെയാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുക. ഇല്ലെങ്കിൽ ബോട്ടം ഡെഡ് സെൻറ്റർ മുതൽ ടോപ്പ് ഡെഡ് സെൻറ്റർ വരെയുള്ള ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് രണ്ട് കാര്യങ്ങളാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ആൻഡ് ഈ ഒരു വോളിയം, അതായത് ഈ ഒരു പിസ്റ്റൻ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ, അതായത് ഈ ബോട്ടം ഡെഡ് സെൻറ്ററിൽ നിന്ന് ടോപ്പ് ഡെഡ് സെൻറ്ററിലേക്ക് ഇടയ്ക്കുള്ള ഈ വോളിയത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്വെപ്റ്റ് വോളിയം എന്ന് പറയാം. ആൻഡ് ഈ ഒരു പിസ്റ്റൻ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ ആ സിലിണ്ടറിൻ്റെ അകത്ത് കിടക്കുന്ന റിമൈനിങ് വോളിയത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, ക്ലിയറൻസ് വോളിയം എന്ന് പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക, എന്നാലാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ സാധിക്കുള്ളൂ. സോ നമുക്ക് ഇതിൻ്റെ ഗിവൺ ഡാറ്റാസ് എടുത്ത് 1 by 1 ആയിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ബോർ ഡയമീറ്റർ ആണ് തന്നത്. ഞാനപ്പം ബോർ ഡയമീറ്ററിന് ചുരുക്കിയിട്ട് ഡയാന്നാണ് എഴുതുന്നത്. ഓക്കെ, ഈവൻ ഡയമീറ്റർ ഈക്വൽ ടു എത്രയാണ് 250 mm അഥവാ 0.25 മീറ്റർ ആണ്. ദെൻ സ്ട്രോക്ക് ലെങ്ത് എത്രയാണ്, സ്ട്രോക്ക് ലെങ്ത് പറഞ്ഞാൽ ടോപ്പ് ഡെഡ് സെൻറ്ററിൻ്റെയും ബോട്ടം ഡെഡ് സെൻറ്ററിൻ്റെയും അക്രോസ് ആയിട്ടുള്ള ലെങ്ത്തിനെയാണ് നമ്മൾ സ്ട്രോക്ക് ലെങ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദാറ്റ് ഇസ് ഗിവൺ ബൈ എത്ര 0.375 മീറ്റർ ആണ്. അതുപോലെ ക്ലിയറൻസ് വോളിയം. ഓക്കെ, ക്ലിയറൻസ് വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഒരു പിസ്റ്റൻ ടോപ്പ് ഡെഡ് സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാകുന്ന ഈ സിലിണ്ടറിൻ്റെ അകത്തുള്ള വോളിയത്തിനെയാണ് നമ്മൾ ക്ലിയറൻസ് വോളിയം എന്ന് പറയാം. ആൻഡ് ദാറ്റ് ഇസ് ഗിവൺ ബൈ എത്രയാണ് 0.0263 മീറ്റർ ക്യൂബ് എന്ന് തന്നിട്ടുണ്ട്. സോ ആ ഒരു കാര്യം കൂടെ ഞാൻ എഴുതാണ്. ബി സഫിക്സ് ആണ് ഞാൻ ക്ലിയറൻസ് വോളിയത്തിന് കൊടുക്കുന്നത് 0.0263 മീറ്റർ ക്യൂബ് ആണ്. ദെൻ ഇനീഷ്യൽ പ്രഷറും ടെമ്പറേച്ചറും തന്നിട്ടുണ്ട്. എത്രയാണ് ഇനീഷ്യൽ പ്രഷർ P1 = 1 ബാർ ആണ്. അതുപോലെ ഇനീഷ്യൽ ടെമ്പറേച്ചർ എത്രയാണ് തന്നത് 50 ഡിഗ്രി സെൽഷ്യസ് ആണ്, അഥവാ 323 കെൽവിൻ ആണ്. ദെൻ നമുക്ക് എന്താ തന്നിരിക്കുന്നത് P3 അല്ലേ, മാക്സിമം പ്രഷർ എത്രയാണ് അതും തന്നിട്ടുണ്ട് 25 ബാർ ആണ് തന്നിട്ടുണ്ട്. ഓൾറൈറ്റ്, സോ നമുക്ക് ഫസ്റ്റ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പം ഈ ഒരു എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്, കംപ്രഷൻ റേഷ്യോ അറിഞ്ഞിരിക്കണം അല്ലേ. ഒരു ഓട്ടോ സൈക്കിളിൻ്റെ എഫിഷ്യൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരേ ഒരു പാരാമീറ്റർ എന്താണ്. സോ എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി കണ്ടെത്താൻ ആദ്യം കംപ്രഷൻ റേഷ്യോ കണ്ടെത്തണം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യം എങ്ങനെ കംപ്രഷൻ റേഷ്യോ കണ്ടെത്താൻ നമുക്ക് നോക്കാം. അപ്പം വി നോ കംപ്രഷൻ റേഷ്യോ ഈസ് ഗിവൺ ബൈ 1 second. ഓക്കെ, യെസ്, കംപ്രഷൻ റേഷ്യോ നമ്മൾ R എന്നുള്ള ലെറ്റർ വെച്ചിട്ടായിരുന്നു റെപ്രസെൻറ്റ് ചെയ്യാറ് അല്ലേ.
അതെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ടോട്ടൽ വോളിയം ടു സ്വെപ്റ്റ് ക്ലിയറൻസ് വോളിയം ആയിരുന്നു അല്ലേ? ടോട്ടൽ വോളിയം ടു റേഷ്യോ ഓഫ് ടോട്ടൽ വോളിയം ടു ക്ലിയറൻസ് വോളിയം ആയിരുന്നു. ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ സം ഓഫ് സ്വെപ്റ്റ് വോളിയം പ്ലസ് ക്ലിയറൻസ് വോളിയം ആണ്. ഓക്കെ, ഡിവൈഡ് ബൈ ക്ലിയറൻസ് വോളിയം. ഇതായിരുന്നു എന്ത്? കംപ്രഷൻ റേഷ്യോ കാണാനുള്ള എക്സ്പ്രഷൻ. എന്നാൽ നമുക്കിവിടെ സ്വെപ്റ്റ് വോളിയം അറിയില്ല, പക്ഷേ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഈ ഒരു സ്വെപ്റ്റ് വോളിയം അറിയില്ലെങ്കിൽ കണ്ടെത്താൻ സാധിക്കും. എങ്ങനെയാണ്? ഇത് സ്വീപ്പ് ചെയ്തിരിക്കുന്ന വോളിയം കണ്ടെത്തിയാൽ പോരെ. അപ്പം നമുക്ക് ഇവിടെ ഈ ഒരു പിസ്റ്റന്റെ ഹെഡിന്റെ ക്രോസ് സെക്ഷണൽ ഏരിയ കണ്ടെത്തിയിട്ട് അതിന്റെ കൂടെ ഈ ഒരു സ്ട്രോക്ക് ലെങ്ത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ഇവിടുത്തെ സ്വെപ്റ്റ് വോളിയം കിട്ടും. ഓക്കെ, കൃത്യമായി തന്നെ മനസ്സിലാക്കുക. ഈ ഒരു സ്വെപ്റ്റ് വോളിയം കണ്ടെത്താൻ എന്താ ചെയ്യേണ്ടത്? ഈ പിസ്റ്റന്റെ ക്രോസ് സെക്ഷൻ ഏരിയന്റെ കൂടെ ഈ ഒരു സ്ട്രോക്ക് ലെങ്ത് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ഒരു സ്വെപ്റ്റ് വോളിയം കിട്ടുന്നതായിരിക്കും. സോ അത് നമുക്ക് കണ്ടെത്താം ആദ്യം. ഓക്കെ, സോ swept volume is given by swept volume Vs equal to എന്താണ്? pi by 4 d square into L ആണ്. ഓക്കെ, that is equal to pi by 4 into d square. d square എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.25 square into L. L എന്ന് പറഞ്ഞാൽ സ്ട്രോക്ക് ലെങ്ത്. സ്ട്രോക്ക് ലെങ്ത് എത്ര? 0.375 and we get എന്ത് കിട്ടും? 0.0184 മീറ്റർ ക്യൂബ് ആണ് നമ്മുടെ എന്ത്? സ്വെപ്റ്റ് വോൾ എന്ന് മനസ്സിലാക്കി വെച്ചോളാം. ദെൻ ഈസിയാണ് നമുക്ക് കംപ്രഷൻ റേഷ്യോ കണ്ടെത്താൻ അല്ലേ? എങ്ങനെയാണ്? കംപ്രഷൻ റേഷ്യോ ഈസ് ഗിവൺ ബൈ എന്താണ്? കംപ്രഷൻ റേഷ്യോ ആർ ഈക്വൽ ടു വി എസ് എന്ന് പറഞ്ഞാൽ സ്വെപ്റ്റ് വോളിയം നമ്മളിപ്പം കണ്ടെത്തിയിട്ടുള്ളൂ. എത്രയാണ്? 0.0184 പ്ലസ് ക്ലിയറൻസ് വോളിയം ആൻഡ് ദാറ്റ് ഇസ് ഗിവൺ ബൈ 0.00. ഓക്കെ, ഇവിടെ 2 സീറോ ഉണ്ട്. 0.002 ആണ്. 0.00263 മീറ്റർ ക്യൂബ്. ഓക്കെ, മീറ്റർ ക്യൂബിൻ്റെ ഇവിടെ ഡിവൈഡഡ് ബൈ 0.00263 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 8 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കംപ്രഷൻ റേഷ്യോ 8 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഈസി ആയിട്ട് എന്ത് കണ്ടെത്താം? എയർ സ്റ്റാൻഡേർഡ് എഫിഷ്യൻസി കണ്ടെത്താം. അതെങ്ങനെയാണെന്നുള്ളത് നോക്കിക്കോളാം. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ഫിഗേഴ്സ് എല്ലാം തന്നെ മനസ്സിലോർത്ത് വെച്ചോളാം. നമുക്ക് അടുത്ത സ്ലൈഡിലാണ് ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഒരു തെർമൽ എഫിഷ്യൻസി കാണാനുള്ള എക്സ്പ്രഷൻ എന്തായിരുന്നു? തെർമൽ എഫിഷ്യൻസി is given by thermal efficiency of an Otto cycle is given by 1 minus 1 by compression ratio raised to gamma minus 1 ആയിരുന്നു അല്ലേ? ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 1 minus 1 by കംപ്രഷൻ റേഷ്യോ പറഞ്ഞാൽ 8 അല്ലേ? raised to gamma പറഞ്ഞാൽ 1.4 minus 1 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5647 കിട്ടും. ഓക്കെ, ഇത്രയും ആയിരിക്കും ഈ ഒരു സൈക്കിളിൻ്റെ തെർമൽ എഫിഷ്യൻസി എന്ന് മനസ്സിലാക്കിക്കോളാം. ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജിലാക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 56.47% കിട്ടുന്നതായിരിക്കും. ഓക്കെ, 56.47 എന്നുള്ള പെർസെൻറ്റേജ് ആയിരിക്കും നമ്മുടെ ഈ ഒരു സൈക്കിളിൻ്റെ തെർമൽ എഫിഷ്യൻസി എന്ന് മനസ്സിലാക്കുക. ദെൻ നമുക്ക് നോക്കേണ്ടത് നെക്സ്റ്റ് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? മീൻ എഫക്റ്റീവ് പ്രഷറാണ് നമുക്ക് നെക്സ്റ്റ് കണ്ടെത്തേണ്ടത്. മീൻ എഫക്റ്റീവ് പ്രഷർ. സോ അതെങ്ങനെ കണ്ടെത്തുക? നമുക്കറിയാം P1 ഇൻറ്റു ആർ ഇൻറ്റു ആർ റേസ് ടു ഗാമ മൈനസ് 1 ഇൻറ്റു ആർ പി മൈനസ് 1. ഈ ആർ പി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പ്രഷർ റേഷ്യോ ആയിരുന്നു. ഓക്കെ, പ്രഷർ റേഷ്യോ ഹോൾ ഡിവൈഡഡ് ബൈ ഗാമ മൈനസ് 1 ഇൻറ്റു ആർ മൈനസ് 1. ഓക്കെ, ഇതിൽ ആർ പി എന്ന് പറഞ്ഞാൽ പ്രഷർ റേഷ്യോ ആണ്. നമുക്കറിയാം എന്തായിരുന്നു? P3 ബൈ P2 ഓർ എന്താണ്? P4 ബൈ P1 നമ്മൾ ഈ ഒരു പ്രഷർ റേഷ്യോ എന്ന് പറയാറുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു പി വി ഡയഗ്രത്തിൽ എന്തായിരുന്നു? 1 to പ്രോസസ് 1 to 2 എന്ന് പറഞ്ഞതാണ് അതൊരു ആഡിയബാറ്റിക് പ്രോസസ്സാണ്. അതിന് മുന്നേ ഈ ഒരു മീൻ എഫക്റ്റീവ് പ്രഷർ കണ്ടെത്തുന്നതിൽ നമുക്ക് അൺനോൺ ആയിട്ടുള്ള എന്താണ്? ഈ ഒരു ആർ പി മാത്രമാണ്, അല്ലെങ്കിൽ പ്രഷർ റേഷ്യോ മാത്രമാണ് നമുക്ക് അൺനോൺ ആയിട്ടുള്ളത് അല്ലേ? അതിൽ തന്നെ നമുക്ക് P3 അറിയാം, P3ൻ്റെ വാല്യൂ അറിയാം, പക്ഷേ P2 കണ്ടെത്തിയാൽ മതി അല്ലേ? P2 കണ്ടെത്തിയാൽ നമുക്ക് എന്താണ്? P3 ബൈ P2 ആണ് ആർ പി അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ P2 കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് ഇതിലുള്ള ഈ ഒരു മീൻ എഫക്റ്റീവ് പ്രഷറിൻ്റെ വാല്യൂ കണ്ടെത്താൻ സാധിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്ക് P2 കണ്ടെത്താൻ നോക്കാം. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ആ ഒരു പി വി ഡയഗ്രത്തിൽ നോക്കിയാൽ മനസ്സിലാകും എന്താണ്? ഫോർ ഐഡിയബാറ്റിക് പ്രോസസ് ജസ്റ്റ് ആ ഒരു പി വി ഡയഗ്രാം റെഫർ ചെയ്യുക നിങ്ങൾ. ഫോർ ഐഡിയബാറ്റിക് പ്രോസസ് 1 to 2 പ്രഷറും വോളിയം തമ്മിലൊരു റിലേഷൻ ഉണ്ട്. P1 V1 റേസ് ടു ഗാമ ഈക്വൽ ടു P2 V2 റേസ് ടു ഗാമ ആണ്. ഓർ എനിക്ക് എന്ത് ചെയ്താം? P2 ഈക്വൽ ടു P1 ഇൻറ്റു V1 ബൈ V2 ഓൾ റേസ് ടു ഗാമ എന്ന് എഴുതാം. ഓക്കെ, ഇനി
ഈ ഒരു V1/V2 എന്ന് പറഞ്ഞിട്ടുണ്ട്, അതെന്താണ്? അതാണ് നമ്മളെ കംപ്രഷൻ റേഷ്യോ അല്ലേ? കംപ്രഷൻ റേഷ്യോ ആയ 8 എന്നുള്ള വാല്യൂ. സോ ആ വാല്യൂസ് നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ് ചെയ്യാം. P1 എത്ര? 1 ബാർ ആണ് അല്ലേ? കംപ്രഷൻ റേഷ്യോ എത്രയാണ്? 8 ആണ്. ഓൾ റേസ് ടു 1.4. അപ്പോൾ അതാണ് ഇത് സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്മളുടെ P2 കിട്ടും. ആൻഡ് ദാറ്റ് ഇസ് ഗിവൺ ബൈ 18.38 ബാർ ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? P2 കിട്ടും അല്ലേ? P2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പ്രഷർ റേഷ്യോ RP കണ്ടെത്താം. RP കണ്ടെത്തി കഴിഞ്ഞിട്ട് ആ RPൻ്റെ വാല്യൂ മീൻ എഫക്റ്റീവ് പ്രഷറിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ് ചെയ്താൽ മതി. ഓക്കെ, ദസ് പ്രഷർ റേഷ്യോ RP is equal to എന്താണ്? P3/P2 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു P3 പറഞ്ഞാൽ 25 ആണെന്ന് പറയാം, P2 പറഞ്ഞാൽ 18.38 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 1.36 ആണ്. സോ ആ ഒരു മീൻ എഫക്റ്റീവ് പ്രഷർ കാണാനുള്ള ഇക്വേഷൻ സബ്സ്റ്റിറ്റ് ചെയ്യുകയാണ്. PM is equal to P1 എന്ന് പറഞ്ഞാൽ 1 ആണ്, കംപ്രഷൻ റേഷ്യോ 8 ആണ്, ദെൻ R raised to gamma minus 1 ആണ്. സോ 8 raised to 1.4 minus 1 into 1.36 minus 1 all divided by 1.4 minus 1 into 8 minus 1 ആണ്. ഓക്കെ, സോ ഇത് ചെയ്താൽ ഏകദേശം നമുക്ക് 1.334 ബാർ ആയിട്ട് കിട്ടും. അപ്പം നമുക്ക് മീൻ എഫക്റ്റീവ് പ്രഷർ എത്ര കിട്ടി? 1.338 ബാർ എന്നുള്ളത് കിട്ടി. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് പ്രോബ്ലംസ് ഓട്ടോ സൈക്കിളിനെ ബേസ് ചെയ്തിട്ട് എല്ലാ ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട്. സോ നിങ്ങൾ സമയം കിട്ടുമ്പോൾ ഇങ്ങനത്തെ ഒരുപാട് പ്രോബ്ലംസ് ഫെമിലറൈസ് ചെയ്യുക. ഓക്കെ, എത്രത്തോളം പ്രോബ്ലംസ് ഫെമിലറൈസ് ചെയ്യുന്നോ അത്രത്തോളം കോൺഫിഡൻസ് നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും. ഓക്കെ, പിന്നെ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടിയോ ആ പ്രോബ്ലംസോ അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും അറിയിക്കുക, നമുക്കത് സോൾവ് ചെയ്യാം. സോ നമുക്ക് ഇനി എടുക്കാനുള്ളത് ഡീസൽ സൈക്കിളാണ്. അപ്പോൾ അതിനു മുന്നേ ഇതുവരെ പഠിച്ച ഈ ഒരു കാർനോട്ട് സൈക്കിളും അതുപോലെ ഓട്ടോ സൈക്കിളും തറവായിട്ട് പഠിച്ചോളാം. എന്നാൽ ഡീസൽ സൈക്കിൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ ക്ലാസ്സോടെ വൈൻഡപ്പ് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ ഡീസൽ സൈക്കിളുമായി കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ.